ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എൻ്റെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം കാണിക്കാനാണ്. ഇതിൻ്റെ മുന്നേ കണ്ട കഴിച്ചാൽ എൻ്റെ മുല്ലച്ചെടിയുമേ കുറേ മുട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ഇതേ കണ്ടോ, അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഇതേപോലത്തെ ഒരു ചെടിയുണ്ട്. ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ മുന്നിൽ പൂത്ത് വെച്ച ഒരു ഉള്ളിയുടെ തൈയാണ് കേട്ടോ. കുറേ ഉണ്ട്. ഇതിൽ വെളുത്തുള്ളി ഉണ്ട്, വലിയുള്ളി ഉണ്ട്. ഇത് രണ്ട് വലിയുള്ളിയാണ്, ഇതൊക്കെ വെളുത്തുള്ളിയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു മുല്ലയുടെ തൈ വെറുതെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൊമ്പെടുത്തിട്ട്. അതിന് വേരൊക്കെ വന്നതാ. മുട്ടിടാനൊക്കെ എനിക്ക് മാറ്റി നടണം. മാറ്റി നടാൻ ഇനി ഗ്രോ ബാഗ്സ് ഒന്നും ഇല്ല. പിന്നെ ഈ നിലത്ത് നട്ടാൽ കരിഞ്ഞു പോകുന്ന കരുതിയിട്ട് അത് വാങ്ങിയിട്ട് നടാന്ന് കരുതി വെച്ചതാണ്. അപ്പം അതിന് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് പിന്നെ ഒരു ചീരയാണ് ഗൈസ്. ഈ ചീരൻ്റെ ഇലയൊക്കെ ചുളിഞ്ഞ് വരുന്നുണ്ട്. ഇത് ചുളിഞ്ഞിട്ടൊന്ന് വെട്ടിയതാണ്. പിന്നെ ഇത് ഉണ്ടാകുമ്പോൾ ചുളിയുണ്ട്. ഇത് എന്താണെന്നറിയുമോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ ഇത് ഗൈസ് ഞങ്ങളുടെ ഒരു വീട്ടിലെ പേരക്കൻ്റെ തൈയാണ് ഇത്. ഇതിനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ പടർന്ന് കിടക്കുന്നുണ്ട്. ഇതിന്മേൽ ഒരു 3 കാ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കായ പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതങ്ങനെ വെച്ചേക്കുവാണ്, പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് വേറൊരു തൈയാണ്. ഇതിന് 3 വർഷം കൂടുമ്പോൾ കായ്ക്കുന്നതാണ്. പക്ഷെ ഇത് 4 വർഷമായി എന്നിട്ടും കായ്ച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. ഗൈസ് ഉള്ളത് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോവാം. ഇതിൻ്റെ സൈഡിൽ അതേപോലത്തെ ഒരു ചെടി നല്ല ഇതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഒരു കൊമ്പ് കുത്തിയതാണ് കേട്ടോ. കിണറിൻ്റെ ഒരു സൈഡിലാണിത്. പിന്നെ ഇവിടെ ഒരു തൈ ചെമ്പരത്തിയുടെ തൈ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെമ്പരത്തി ഒന്നുമില്ല, അപ്പം അതും നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന്മേൽ ഒരു പൂവൊക്കെ ഉണ്ടായതാട്ടോ. പിന്നെ അത് ഇങ്ങനെ ഈ കിണറിൻ്റെ ബാക്കിലായിട്ടാണ് എൻ്റെ പച്ചക്കറിത്തോട്ടമുള്ളത്. പിന്നെ ഈ കയറൊക്കെ കെട്ടിച്ചുള്ളത് എന്തിനാന്ന് പറഞ്ഞാൽ കുറേ വള്ളിപ്പറപ്പെല്ലാം ഇങ്ങനെ ഓരോന്ന് മുളച്ച് കിടക്കുന്നുണ്ട്. അപ്പം അതൊന്നും കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പന്തൽ കെട്ടിക്കൊടുത്താണ്. പിന്നെ ഇതാണ് എൻ്റെ തോട്ടം എന്ന് പറയുന്നത്. ഇത് പിന്നെ ഞാൻ കുമ്പളങ്ങ മുളപ്പിക്കാൻ വെച്ചതാണ്. കുമ്പളം മുളപ്പിക്കാൻ വെച്ചത്. പിന്നെ ഇത് തക്കാളിയുടെ തൈ മുളച്ചതാണ്. ഇതിൽ പയർ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ വെള്ളരിക്കൊന്ന് കുഴിച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കയറ്റി വിടാനാണ് ഈ പന്തലുള്ളത്. പിന്നെ അതേ കുക്കുംബർ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ വെള്ളരിയാണ് ഗൈസ്. എന്നിട്ട് കുക്കുംബർ ഇതും കയറ്റി വിടാം. എല്ലാത്തിനും സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വയലറ്റ് കളറിലെ വഴുതനങ്ങ, ഒരു കളറിലെ വഴുതനങ്ങ ഇതാക്കിയില്ല ഈ ചട്ടിലാണ് കേട്ടോ കുഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതേ മത്തൻ കുഴിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ മുളകാണ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ മുളകിൻ്റെ തൈ ഉണ്ട് കേട്ടോ. മുളകിൻ്റെ തൈകളൊന്നും മുളക്കാറില്ല, ചിലതൊക്കെ മുളച്ച് കിട്ടും. പിന്നെ ഇതൊക്കെ പേപ്പർ എന്താണെന്ന് വെച്ചാൽ ഇത് ഏതാണ് വള്ളി ഏതാണ് അത് എന്തിൻ്റെ ചെടിയാണെന്നില്ല മനസ്സിലാവില്ല. എന്തിൻ്റെ ഇതാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചേക്കാം. അതൊക്കെ നനഞ്ഞിതായിപ്പോയി, ചിലതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങ് കേട്ടോ. കുറേ ഉണങ്ങി പോയിട്ടുണ്ടാവും. ഒക്കെ ചാടിയതൊക്കെ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തേക്ക് വളമായിട്ട്. പിന്നെ ഇത് ഫസ്റ്റ് വരുന്ന ഈ മുളകിൻ്റെ ഒരു തൈയാണ് കേട്ടോ. ഈ സൈഡിൽ ചാക്കിൽ വെച്ചിട്ടില്ല. അതിന്മേൽ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വേണ്ട. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തക്കാളിൻ്റെ തൈ. അതിന്മേൽ പൂവൊക്കെ ഉണ്ടായൊക്കെ ചാടിപ്പോയിട്ടോ. ഒരു പൂവ് നിൽക്കുന്നുണ്ട്. പിന്നെ അത് വെണ്ടയ്ക്കാണ്. ഇതിൽ 2 വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ ചീര ഉണ്ട്. ഇതിന്മേൽ നുള്ളി പറിച്ചൊക്കെ കേട്ടോ. ഇത് നല്ല നീളം വെക്കട്ടെ. ഇത് ഇനി ഒന്ന് വലുതായിട്ട് നിന്ന് പൊട്ടിച്ചിടണം ഇവിടെ. പിന്നെ അപ്പുറത്തത് ഇത് നമ്മുടെ കടുകില്ലേ ഗൈസ്, അതാണ് കേട്ടോ. കടുകാണ്. ഇതിൽ കുറച്ച് കുഴിച്ചിട്ടുണ്ട്. ഒന്നൊന്ന് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കെട്ടിൻ്റെ അടിയിൽ പൂവ് പൊട്ടിപ്പോയതാണ്. ഇതിൽ കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഗൈസ്. ഇതിലുണ്ട്. ഞാൻ കെട്ടയച്ച് കാണിച്ചു തരാം. ഇതേ ഗൈസ് കണ്ടോ. ഇത് ചാടിയ പിന്നെ കിട്ടത്തില്ല, അന്ന് അലിഞ്ഞു പോകും മണ്ണിലേക്ക് ഈ കടുകിൻ്റെ. അപ്പോൾ ഇത് ചാടിയ പിന്നെ ഈ കവർക്ക് ചാടിക്കോളെന്ന് എഴുതി വെച്ചതാണ് ഗൈസ്. കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ
വഴുതനങ്ങയാണ്. ഇത് എന്താ മുളച്ചതാണ് കേട്ടോ. ഞാൻ എഴുതി പോയത് കളഞ്ഞു പോയി. ഇത് ഏത് വഴുതനങ്ങയാണെന്ന് എനിക്കറിയില്ല, വഴുതനങ്ങയാണെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടുത്തെ എന്ന് വരുമ്പോൾ എന്താ ചെറുപയറിൻ്റെ തൈ കുറേ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ ചിലത് ഒക്കെ കരിഞ്ഞു പോയി. അതിലത്തെ ചിലതാണിത്. പിന്നെ ഇതൊരു മുളകിൻ്റെ തൈ ഉണ്ട്, ഇത് മാറ്റി കുഴിച്ചിടാനായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മുളപ്പിച്ചെടുത്ത ഒരു എന്താ മറ്റേ നാരങ്ങയില്ലേ, കുറച്ച് ചെറിയ നാരങ്ങ തന്നെ, ആ നാരങ്ങയുടെ തൈയാണിത്. പിന്നെ ഇതും ചെറുപയറിൻ്റെ കുറച്ച് തൈകളാണ്. ഇത് ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഇതിൻ്റെ എല്ലായിടത്ത് കൂട്ടാൻ വെക്കാം. പിന്നെ ഇതൊരു വെണ്ടക്കയുടെ തൈ മുളച്ചതാണ്. ഇത് ഞാൻ 2 വെണ്ടക്കയുടെ തൈ മുളപ്പിച്ചെടുത്തതാണ്. ഇത് പുഴു തിന്നുന്നുണ്ട്, ഇതൊക്കെ മാറ്റി നടണം ഇനി. പിന്നെ ഇതാണ്, ഇത് വെളുത്തുള്ളിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഗ്രോ ബാഗ്സ് ഒന്നും ഉണ്ടായില്ല, എനിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല, ഗ്രോ ബാഗ്സ് ഒന്നും കുഴിച്ചിടാൻ ഉണ്ടായില്ല. അപ്പം ഞാനിത് ഇങ്ങനെ ആക്കി വെച്ചതാണ്. അതില്ലേ, ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ, കുറേ മുളച്ചിട്ടുണ്ട്. ഇതിലുണ്ടാവുകയൊക്കെ ചെയ്യും. പിന്നെ അപ്പോൾ ഞാൻ ഇതിലാണ് നിർത്തിയതാണ്. പിന്നെ ഇത് തക്കാളിയുടെ തൈ ഇഷ്ടംപോലെ മുളച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചിയാണ്, അതിൻ്റെ ഇടയിൽ കൂടി 2 തക്കാളിയുടെ തൈയൊക്കെ മുളച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു തോട്ടം. ഇതവിടെ ചീര മുളക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയൊരു തോട്ടമാണിത്. ഇങ്ങനത്തെ ഒരു തോട്ടം ആണിത്. ഒരു ചെറിയൊരു മിനി വെജിറ്റബിൾ തോട്ടം അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിൾസിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ വളങ്ങളാട്ടോ. ഇതൊക്കെ എടുക്കാനൊരു സ്പൂണുണ്ട്. പിന്നെ ഇതൊക്കെ വളങ്ങൾ ഓരോന്നാണ്. പിന്നെ ഇതെന്ന് പറയണത് എൻ്റെ വിത്തുകളും പിന്നെ ചായപ്പൊടിയുടെ ചണ്ടില്ലേ, അതൊക്കെ പടുത്ത മഞ്ഞൾപ്പൊടി ആവശ്യം വരും, അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. ഉള്ളത് ഓരോ വിത്തുകൾ അങ്ങനത്തെ കേട്ടോ, കുറച്ച് ശീല കഷ്ണങ്ങൾ ഒക്കെ, അങ്ങനെയൊരു ഇതാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിൽ ഡ്രസ്സ് എടുക്കാൻ കുറേ തുണികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കട്ടാൻ ആവശ്യം വരുന്നതായിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു പച്ചക്കറി തോട്ടം എന്ന് പറയണത്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, അതിൻ്റെ ആ സ്ഥലത്ത് അങ്ങോട്ട് ഞാൻ കുറച്ച് കയ്പ്പയ്ക്കും ചീരയൊക്കെ കുഴിച്ചിട്ടുണ്ട് സ്ഥലം. അത് കെട്ടി നിർത്തിയേക്കുന്ന അവിടെയാണ്. എന്താ ഇത് എന്താ കയ്പ്പയ്ക്കൊക്കെ മുട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മുട്ട ഇടുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് വരുന്നതാണ്, ഞാൻ ഇപ്പുറത്ത് ചോദിച്ചിട്ടാണ്. കുറച്ച് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് വേഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ മുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുറേ ചീരയൊക്കെ കുഴിച്ചിട്ടുണ്ട്. അതിന് സ്ഥലമില്ലാത്തതുകൊണ്ട് എന്താ ശ്വാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ വത്തക്കായ തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇവിടേക്ക് എന്തിൻ്റെ വിത്തെറിഞ്ഞാലും ഇത് ഇവിടെയാണ് പാകം, അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഇതെന്ന് പറയണത് കണ്ടില്ലേ, ഇത് തുളസിയാണോ ഡൗട്ട്. മറ്റേ ഇതില്ലേ, എന്താ പറയുക, ആ കസ്കസ് ഇല്ലേ, എനിക്കറിയില്ല, കസ്കസ് നമ്മൾ വെള്ളം ഉണ്ടാക്കും, പുസ്തയുടെ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനം, അതും മുളച്ചതാണ് ഡൗട്ട്. കാരണം ഇത് ഉണങ്ങിയിട്ട് ഞാൻ അതിൻ്റെ വിത്തെടുത്ത് നോക്കിയാണ്, അങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കസ്കസ് ആയിരുന്നു. ഞാൻ വെള്ളത്തിൽ നോക്കിയപ്പോൾ കസ്കസാണ്. ആണോ എനിക്കറിയില്ല, അറിയണമല്ലോ എന്ന് കമൻറ്റ് ചെയ്തത്. അവിടെ ഉണ്ട് ഇതിൻ്റെ ഒരു ചെടി. ഈ കാണുന്ന ഇങ്ങനത്തെ പുല്ലുകാലത്തും ഇല്ലേ ഈ സാധനം, ഇതെന്ന് പറയണത് രാഗിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്, ഞാൻ ഇവിടേക്ക് മാറ്റി കുഴിച്ചിട്ടാണ്. ഇതവിടെ ഒരു മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതവിടെ വെണ്ടക്ക, നാരങ്ങ, എന്തിൻ്റെ കൂടെ ഇങ്ങോട്ട് അറിഞ്ഞാലും അത് ഇവിടെ ഉണ്ടാവും. പിന്നെ വളമൊക്കെ കിട്ടും. ഇപ്പോൾ കുറേ മുളകിൻ്റെ തൈകളുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ.